ഇത്രയും നേരം എവിടെ ആയിരുന്നടി? ഇനി കടം തരില്ല എന്ന് ഗോയലേട്ടൻ പറഞ്ഞു. എന്നാ അപ്പൊ തന്നെ ഇങ്ങ് പോരായിരുന്നില്ലേ? അച്ഛനെ കണ്ട കാശ് ചോദിക്കാന്ന് വെച്ച് കാത്തു നിന്നതാ. രാത്രിയിൽ രണ്ടെണ്ണം കൂടി ഇവിടെ നിൽക്കുവാണോടി? നീ മോളെ കൊണ്ട് നടന്നോ. വീട്ടിൽ പോടി. നീന്നോടല്ലടി പറഞ്ഞത് വീട്ടിൽ പോവാൻ. എന്തിനാ? അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ? അച്ഛന് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിചാരവും ഇല്ലടി. അരി സാധനങ്ങൾ ഇനി കടം തരില്ലെന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ പോലും അരി ഉണ്ടായിരുന്നില്ല. ഇനി രാത്രി എന്ത് ചെയ്യും? ആ കുട്ടികൾ വിശന്ന് കരഞ്ഞ അച്ഛൻ സമാനം പറയോ? ഇതേ പ്രശ്നം തന്നെയാടി എനിക്കും. ഇനി ചാരായം കടം തരില്ല എന്ന് എന്നോടും പറഞ്ഞു ഷാപ്പുകാരൻ. എന്ത് പറഞ്ഞാലും തലേ കയറില്ല. അച്ഛൻ ദേവി അത് ഞങ്ങളെ കൊന്നുകളാ. എന്നോട് വഴക്കിടാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. പിന്നെ ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു കൂത്തില്ല. വേണ്ട, സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോടി. സ്വന്തം വീട്ടിന് ഒരു തൊഴിലും കിട്ടില്ല എന്ന് വെച്ചാല് വേണ്ടേ? ഇവിടെ ആരും ഇല്ലേ? അതെ, ടൈലറില്ലേ? പിന്നെ ബസ്സിൽ ആരെങ്കിലും കിടക്കാതെ പറ്റില്ല. അതുകൊണ്ട് രാത്രിയിൽ ഞാൻ അതിനകത്താ. ബസ് നന്നാക്കുന്നില്ലേ? ആ, നന്നാക്കണം. എപ്പോഴാ ഇറങ്ങുക? അത് ഒന്നും തീരുമാനിച്ചില്ല. ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട്. ടയർ മുഴുവൻ പോയല്ലോ. പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും. ഇത്രയും ദ്രോഹിച്ചവർക്ക് എന്ത് നേട്ടം ഉണ്ടായേ? അത് എൻ്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ. ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ടൗണിൽ വരെ പോകാനും വയ്യ. വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ. ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് വേഗം ഇങ്ങോട്ട് പോകുന്നത്. അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട്.